ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SLC ICT പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന പൈത്തൺ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഐഡിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഇടതുവശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ രണ്ട് ഔട്ട്പുട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതിൽ ഈ ഒരു പ്രോഗ്രാം നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് ഈ സ്ക്രീനിൽ കാണുന്നത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് ഒന്ന് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ടി എക്സാം വിൻഡോ ഒരു സൈഡിലാക്കി വെച്ചിട്ട് നമ്മൾ നോക്കി അതുപോലെ ടൈപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക, അതുപോലെ തന്നെ ഈ ഔട്ട്പുട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ് നമുക്ക് ഔട്ട്പുട്ട് 2ലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഗ്രൂപ്പ് 3 പൈത്തൺ ഗ്രാഫിക്സ് നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഇവിടെ പ്രോഗ്രാം ഉണ്ട്, ഔട്ട്പുട്ടുണ്ട്, ഔട്ട്പുട്ട് 2 ഉണ്ട്. ഇവിടെ രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളറല്ല ഇവിടെയുള്ളത്. ഇവിടെ ബ്ലൂ കളറിന് പകരം യെല്ലോ കളറും പർപ്പിൾ കളറിന് പകരം ബ്ലാക്ക് കളറുമാണുള്ളത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നത് ഐഡിൽ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ഐഡിൽ എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ഇതിനായി ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന രീതിയിൽ ആ പ്രോഗ്രാം തുറക്കാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇതൊരു ഷെല്ലാണ്. ഇവിടെ ടൈപ്പ് ചെയ്താൽ ഓരോ ലൈനും എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു ഫയൽ മുഴുവനായി എക്സിക്യൂട്ട് ആവണം. അതിനായി ഇവിടെ ഫയൽ ന്യൂ ഫയൽ എന്ന് കൊടുക്കുക. ഈ വിൻഡോ ഇനി മിനിമൈസ് ചെയ്തിടാം. ഇനി ഇവിടെ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ for I in range ഒരു സ്പേസ് ഇടുക, ബ്രാക്കറ്റിൽ 45 ഒരു കോളൻ if സ്പേസ് ഇടാതെ തന്നെ പാരന്തസിസിൽ I %2 ഈക്വൽ സൈന് 2 പ്രാവശ്യം, പിന്നെ 0 പാരന്തസിസ് ക്ലോസ് ചെയ്യാം, ഒരു കോളൻ, പിന്നെ കളർ ബ്ലൂ. നമ്മൾ കളർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പൈത്തൺ പ്രോഗ്രാമിൽ ഒരിക്കലും യു ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഇവിടെ എൽസ് കൊടുത്തിട്ടുള്ളത് ഒരു സ്പേസ് വിട്ടാണ്. ഞാൻ ഇവിടെ നിന്നൊരു ബാക്ക് സ്പേസ് അടിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫിൻ്റെ താഴെ ലെവലായി കഴ്സർ വന്ന് നിൽക്കുന്നത് കാണാം. അവിടെ എൽസ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കോളൻ കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ആ ഒരു വന്ന സ്പേസിൽ കളർ പർപ്പിൾ എന്ന് കൊടുക്കുക. പിന്നീട് ആ ഒരു സ്പേസ് ഒഴിവാക്കി പെൻ സൈസ് 5, ഫോർവേഡ് I+60, ലെഫ്റ്റ് 59. പിന്നെ ആ ഒരു സ്പേസ് ഒഴിവാക്കി ഇവിടെ ഫോർവേഡ് 10 എന്നാണ്. അതൊന്ന് എഡിറ്റ് ചെയ്യുക. ഈ ഫയൽ നമുക്ക് റൺ ചെയ്യാം. ഇതിനായി റൺ മോഡ്യൂൾ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്, ഓക്കെ ടു സേവ്, ഓക്കെ കൊടുക്കുക. ഇവിടെ നേരെ exam10 പോയി രജിസ്റ്റർ നമ്പർ കൊടുത്ത്
നമുക്ക് സേവ് ചെയ്യാം. സേവ് കൊടുക്കുക. ഇനി ഇവിടെ പ്രോഗ്രാം റൺ ചെയ്ത് വരുന്നതായി കാണാം. നമുക്ക് ഈ പർപ്പിളിന് പകരം ബ്ലാക്കും ബ്ലൂവിന് പകരം യെല്ലോ ആണ് വേണ്ടത്. അതിനായി പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാം. ഈ 2 വിൻഡോസും ക്ലോസ് ചെയ്ത് ഇവിടെ ബ്ലൂവിന് പകരം യെല്ലോ ആക്കി ഇടുക. പർപ്പിളിന് പകരം ഇവിടെ ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇനി ഫയൽ സേവ് എന്ന് കൊടുക്കുക. എന്നിട്ട് റൺ മോഡ്യൂൾ. ഔട്ട്പുട്ട് 2 പോലത്തെ ഒരു ചിത്രം ഇവിടെ വരച്ച് വരുന്നതായി കാണാം. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഫിനിഷായി. ഇനി നമുക്കിത് സേവ് ചെയ്തതായതുകൊണ്ട് ക്ലോസ് ചെയ്യാം. സേവ് ചെയ്തതല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ കാണിക്കും. ഇതിപ്പോൾ സേവ് ചെയ്തതാണ്, അതുകൊണ്ട് ക്ലോസ് ചെയ്യാം.